ഞാനെങ്ങനെയാണെന്നറിയോ, ഒരു പച്ചക്കറി ഇല്ല, പച്ചക്കറിയൊക്കെ തീർന്നിരിപ്പുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും ഈ പയർ വർഗ്ഗങ്ങളൊക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയറെടുത്തു, കാരണം വേറെ പച്ചക്കറിയൊന്നും ഇല്ല. അപ്പോൾ അതിന് കൂടുതൽ ഒരു തക്കാളി അതൊക്കെ ഉണ്ടാവും, പച്ചമുളക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുക്കറിൽ നേരിട്ട് ഒഴിച്ചില്ല, എന്ന് പറഞ്ഞാൽ പയർ ചേർത്തില്ല. അതിന് പകരം ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് കുക്കറിനകത്ത് വെള്ളം ഒഴിച്ച് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പയറിൻ്റെ പാത്രം വെച്ച് ഇതുപോലെ മൂടി വെച്ചു. കാരണം കുറച്ച് പയറല്ലേ ഉള്ളൂ, അത് ആ വലിയൊരു കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും കാണൂല. അപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ 2-3 വിസിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വേവിച്ചെടുത്തു. പിന്നെ കടുക് വറുത്തു, പിന്നെ ചെറിയ ഉള്ളിയാട്ടോ ചേർത്ത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ചേർത്തു, കറിവേപ്പില ചേർത്തു, മുളക് പൊടി ചേർത്തു. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ച പയർ തക്കാളി മിക്സിൻ്റെ അതും കൂടി ചേർത്തു. അപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നല്ലോ, അത് കാരണം പിന്നെ ഉപ്പ് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് നാളികേരം അരച്ച് വെച്ചിരുന്നു കേട്ടോ. ജസ്റ്റ് നാളികേരവും കുറച്ച് ജീരകവും മാത്രം, മുളക് പൊടി ഒന്നും ചേർത്തില്ല കേട്ടോ. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം, കാരണം കുറച്ച് തിക്കായിട്ടിരിപ്പുണ്ടല്ലേ. അങ്ങനെ എല്ലാം കൂടി തിളപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പയർ കറി റെഡിയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വേറെ പച്ചക്കറി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം കുറച്ച് ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വേഗം ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി. സവാള ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തു. അപ്പോൾ ഊണിന് പറ്റിയൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി റെഡിയായില്ലേ. അപ്പോൾ ഇന്ന് ഇതാട്ടോ ഞാൻ വെച്ചത്.